സമയം ഇരു സാറേ പെട്ടെന്ന് ജോലി കേറാണ്ട് താമസം എല്ലാവരും പ്രത്യേകം കാണുന്നുണ്ട്. റേഞ്ചുള്ള സിം ആയിട്ടാണ് ഇങ്ങനെ എടുത്തും 4G ഫോൺ തന്നെ വേണം. ഇതൊന്നും ഇല്ലാത്ത ഒന്നും സൗകര്യം ഇല്ലാത്ത ഫോണൊക്കെ എല്ലാ വീട്ടിൽ നോക്കി കുഴപ്പമില്ല. എല്ലാവരും വീട്ടിൽ നിന്നായിരിക്കും. അവിടെ തന്നെ ട്യൂഷൻ തന്നെ നമ്മളെ ക്ലാസ് എടുക്കുമ്പോഴേ അങ്ങിരുന്ന് ചെയ്ത് കേൾക്കുന്നവരുണ്ട്. കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ആശ്രമമുള്ള ബുദ്ധിമുട്ട്. സുബ്ഹാന. ഓക്കെ, സിബിനാക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ആഷ്നാക്ക് മാത്രമേ ഉള്ളൂ കേൾക്കാൻ പറ്റും. ബാക്കിയുള്ളവരെല്ലാരും ആയി. ഇനി വരാനുള്ളത് 11 ഉണ്ട്. സാബിത്ത്. അപ്പൊ ക്ലാസ് തുടങ്ങിയാണേ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആയിരുന്നു തുടങ്ങിയതല്ലേ? അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് കേട്ടോ. ആദ്യത്തെ പാടുകൊണ്ടുള്ള സെറ്റ് അത് മൊത്തം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷൻ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും മറ്റേ ചാപ്റ്റർ തീരട്ടെ, സാറുടെ തീർക്കും. അതുകൊണ്ട് നമുക്ക് പുതിയ ചാപ്റ്റർ ഒന്ന് തുടങ്ങാം. ഓക്കെ, പുതിയ ചാപ്റ്റർ തുടങ്ങാമേ. അപ്പൊ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പാഠം കുറച്ച് പഠിച്ച് അതിനൊരു കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്ക് എല്ലാവരും ചെയ്ത ഹോംവർക്ക് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തവരെന്ന് കൈ പൊക്കിയേ. ഹോംവർക്ക് ചെയ്തവർ. ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്യാത്തത്? എല്ലാരും കൈ പൊക്കിയല്ലേ? എല്ലാരും ഹോംവർക്ക് ചെയ്ത. അപ്പൊ ടെസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു കാരണമല്ല കേട്ടോ. ടെസ്റ്റ് നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട് കേട്ടോ. NCERT മാത്സ് 11th ക്ലാസ് ടെസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് അടിച്ചാൽ മതി. ഏത് ബുക്ക് കിട്ടും നമുക്ക്? പ്ലേ സ്റ്റോറിൽ നമ്മളെ +1 ടെസ്റ്റ് കിട്ടും. എല്ലാ ടെസ്റ്റും ഉണ്ട്. ടെസ്റ്റ് ഇല്ല എന്ന് പറയരുത്. ടെസ്റ്റ് കിട്ടുന്നവർ എന്ത് ചെയ്യുക? പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഏത് ഡൗൺലോഡ് ചെയ്താൽ മതി? 11th ക്ലാസ്സിന്റെ മാത്സ് ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇട്ടിരുന്നാൽ മതി. അത് ഓപ്പൺ ചെയ്യാം നമുക്ക്. അത് ഡൗൺലോഡ് ചെയ്തിട്ടാൽ പിന്നെ നമുക്ക് നെറ്റിന്റെ ആവശ്യമില്ല. എപ്പോ വേണോ നമുക്ക് ഓപ്പൺ ചെയ്യാം. നെറ്റ് ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ടെസ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ പഠിക്കാം കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് 2-3 ക്ലാസ് കൊണ്ട് തീർക്കാനും പറ്റും. ചെറിയൊരു ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷന് തിരിച്ചു വരാം. സാറാ സെറ്റ് പഠിച്ച് തീരുമ്പോൾ കേട്ടോ, അത് പഠിപ്പിച്ച് തീരുമ്പോ നമുക്ക് അതിലൂടെ തിരിച്ചു വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരാണ് ചാപ്റ്റർ 5 പഠിക്കാം. 5ാമത്തെ പാഠം ഏതാണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ്
quadratic equations. Complex numbers are quadratic equations. Okay. എല്ലാവരും ഫോൺ ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. ഫോൺ എടുത്ത് അനക്ക് ഒന്നും ചെയ്യരുത്, സൈലന്റും ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും. അഞ്ചാമത്തെ ചാപ്റ്റർ പഠിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെ. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള അല്ലെ നമ്പേഴ്സ് നമ്മൾ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റാഷണൽ, ഇറാഷണൽ, പിന്നെ എന്ത് പഠിച്ച് റിയൽ നമ്പേഴ്സ്, പല തരത്തിലുള്ള നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു നമ്പറാണ് കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അത് പഠിക്കുമ്പോൾ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് x² - 5x + 6 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ, രണ്ടാം കൃതി സമവാക്യമാണ് അല്ലെ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും? പെട്ടെന്ന് ചെയ്തു, നിങ്ങൾ തന്നെ ചെയ്തു. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യും. x² - 5x + 6 = 0. Find the roots of the quadratic equation x² - 5x + 6 = 0. Okay, solve ചെയ്തോ. പത്താം ക്ലാസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാൻ പഠിച്ച്? ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിച്ച്, കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് പഠിച്ച്, പിന്നെന്ത് പഠിച്ച്? ലാസ്റ്റ് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. x = -b ± √b² - 4ac/2a. എല്ലാ മെത്തേഡും യൂസ് ചെയ്ത്, ഇതിലെ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം? ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. നോക്കിയോ, എന്ത് കിട്ടും ആൻസർ നമുക്ക്? എങ്ങനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യും? സിമ്പിൾ ആയിട്ട് x² കൂടെയുള്ള സംഖ്യ ഏതാണ്? 1 ആണ്. x² കൂടെയുള്ള കോഷ്യന്റ് 1 ആയതുകൊണ്ട് രണ്ട് സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ആ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ ഏത് കിട്ടണം? -5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ -5, അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, +6 കിട്ടണം. എങ്കിൽ ഏതൊക്കെയായിരിക്കും രണ്ട് സംഖ്യകള്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടണം അല്ലെ. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് ഏതൊക്കെ എടുക്കാം? 2ഉം 3ഉം. 2 × 3 ഇൻറ്റു ചെയ്യുമ്പോൾ 6 കിട്ടും. 2ഉം 3യുടെ ആഡ് ചെയ്താൽ 5 ആണ് കിട്ടുന്നത്, -5 അല്ലേ. ഇത് -5 ആകണമെങ്കിൽ രണ്ടിനും സൈൻ മൈനസ് കൊടുത്താൽ ഒരു നെഗറ്റീവ് സൈൻ എടുത്താൽ പോരെ. -2ഉം -3യുടെ ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടും. -2 × -3 എന്ത് വരും? +6 കിട്ടും. ഓക്കെ, എങ്കിൽ നമുക്ക് ഈ -5x എങ്ങനെ മാറ്റി എഴുതാം? x² - 2x - 3x + 6 = 0. ഈ -5x നെ -2x - 3x എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിനെ ഫാക്ടേഴ്സ് ആക്കാം, ഘടകങ്ങളാക്കാം. ഓക്കെ, ആദ്യത്തെ രണ്ട് ടേം ഉണ്ട് x² - 2x. അതിൽ നിന്ന് ഞാൻ x കോമൺ ആയിട്ട് എടുക്കുന്നത്. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ x × x - 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് എന്ത്? രണ്ടിനും ഇവിടെ -3 ഉണ്ട്, ഇവിടെയും -3 ഉണ്ട്. -3 കോമൺ ആയിട്ട് എടുക്കുന്നത്. -3 കോമൺ ആയിട്ട് എടുത്ത് -3 × x, അവിടെ x മാത്രമേ ഉള്ളൂ. x ഇവിടെ നിന്ന് -3 പോയാൽ എന്ത് കിട്ടും?
ഇവിടെ +6 ആയിരുന്നു അല്ലേ? +6 എന്ന് വെച്ചാൽ -6 ആണ് +6 എന്ന് പറയുന്നത് അല്ലേ? 6നെ വേണമെങ്കിൽ നമ്മൾ 3 × 2 എന്ന് എഴുതാം. 3 × 2. -3 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്തുണ്ട്? ഒരു മൈനസും ബാക്കി 2 ഉണ്ടായിരിക്കും. മൈനസും 2. എന്ത് കിട്ടും? -2 = 0. x × x - 2 -3 × x - 2. ഓക്കെ. ഇനി ഈ രണ്ട് ടേമിൽ x - 2 കോമൺ ആയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയ രണ്ട് ടേംസ് x - 2 ഇവിടെ ഉണ്ട്, ഇവിടെ x - 2 ഉണ്ട്. രണ്ടിന് x - 2 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്ത് കിട്ടും? x - 2 ഫസ്റ്റിലെ x മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേല് -3. x - 2 × x - 3 = 0. കിട്ടി. ഇനി നമ്മള് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടണം അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ മതി. ഒന്നുകിൽ x - 2 0 ആകാം, അല്ലെങ്കിൽ x - 3 0 ആകാം. x - 2 0 ആണെങ്കിൽ x = 2 എന്നും കിട്ടും. x - 3 0 ആകുന്നെങ്കിൽ x = 3 എന്നും. നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ആൻസർ എന്ത് വന്ന്? 2 and 3. രണ്ട് ആൻസർ കിട്ടും. 2ഉം കിട്ടും, 3ഉം കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മള് 8ാം ക്ലാസ്സിൽ പഠിച്ചു ക്വാഡ്രാറ്റിക് ഫോർമുല. x = -b ± √b² - 4ac/2a. അത് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴും എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 2ഉം 3ഉം കിട്ടും. കിട്ടുന്നുണ്ടല്ലോ? സിമ്പിൾ ആയിട്ട് കിട്ടും. എങ്കിൽ വേറൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരാം, അത് നിങ്ങൾ സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഇതാണ് x² + 1 = 0. x² + 1 = 0. ഇത് സോൾവ് ചെയ്ത ആൻസർ എന്ത് കിട്ടും? x² + 1 = 0. സോൾവ് ചെയ്ത് നോക്ക്, നോട്ട് കയ്യിലുണ്ടല്ലോ. x² + 1 = 0. നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ ടേം ഇവിടെ ഇട്ടിട്ട് ബാക്കി +1 അപ്പുറം -1 ആവും. x² = -1 എന്ന് കിട്ടി അല്ലേ? x എന്ന് പറഞ്ഞ ഏതോ ഒരു നമ്പർ, അതിന്റെ സ്ക്വയർ എടുത്തപ്പോൾ -1 എന്ന് കിട്ടി. നമ്മൾ എന്തെന്നാണ് പഠിച്ചത്? ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ഉണ്ട്, നമ്മളെ റിയൽ നമ്പേഴ്സ് അല്ലേ, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ -1 കിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ കിട്ടോ സ്ക്വയർ എടുത്താൽ? ഏതെങ്കിലും റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്താൽ എപ്പോഴെങ്കിലും നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടുമെന്നാണ് ചോദിച്ചത്. ഇല്ല, കിട്ടത്തില്ല അല്ലേ? അതുകൊണ്ട് എക്സിനൊരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ സൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞല്ലേ? ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നമ്മൾ b² - 4ac എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു, ഡിസ്ക്രിമിനന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ = 0 ആണെങ്കിൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടെന്ന് പഠിച്ചു. > 0 ആണെങ്കിൽ 2 സൊല്യൂഷൻ കാണും, <0 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ലെന്ന് പഠിച്ചല്ലേ? അതുപോലെയാണ് ഇവിടെ നമ്മൾ b² - 4ac എന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നോക്കുമ്പോൾ x² = -1 എന്ന് കിട്ടി. therefore x = എന്ത് കിട്ടും നമുക്ക്? x = സ്ക്വയർ അപ്പുറം റൂട്ട് ആണ്, റൂട്ട് -1. നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. x² = -1. ഏതെങ്കിലും റിയൽ നമ്പേഴ്സിന്റെ റൂട്ട് സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് ആകത്തില്ല. അതുകൊണ്ട് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിന് സൊല്യൂഷൻ ഇല്ലെന്നാണ് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചത്. പക്ഷെ അന്ന് തന്നെ ഈ പാഠം പഠിച്ച സാറ് പറഞ്ഞു കാണും അല്ലെ, +1 ആകുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിക്കും. എന്ന് വെച്ചാൽ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരുന്ന സംഖ്യയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരുന്നത്, അതാണ് പുതിയ നമ്പേഴ്സ് കളക്ഷൻ എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ്, പുതിയ നമ്പർ സിസ്റ്റമാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്ത് വരും? റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരും.
നെഗറ്റീവ് നമ്പേഴ്സിന്റെ റൂട്ട് നമ്മൾ പഠിക്കാൻ പോവാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയ ഒരു നമ്പർ -x² = -1 എന്ന് കിട്ടി. therefore x = √-1. √-1 നമുക്ക് എത്രയെന്നൊന്നും അറിയത്തില്ല അല്ലേ? ഓക്കെ, നമ്മൾ പുതിയ നമ്പർ പഠിക്കാൻ പോവുകയാണ്. റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന സംഖ്യ, അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു എന്ത് കിട്ടി? x² = -1 എന്ന് കിട്ടി. x = √-1 എന്ന് കിട്ടി. x = √-1. ഈ √-1നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, √-1 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? റൂട്ടിനകത്ത് നെഗറ്റീവ്. √-1നെ നമ്മൾ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും i. √-1നെ i കൊണ്ട് ഡിനോട്ട് ചെയ്യും. റൂട്ടിനകത്ത് ഏത് നമ്പർ വന്നാലും, ഏത് നെഗറ്റീവ് നമ്പർ വന്നാലും നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? √-1 ആക്കി എഴുതാൻ പറ്റും. അപ്പൊ √-5 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? √-5. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √-5 എന്ന് വെച്ചാൽ -1 × 5 എഴുതാലോ. √-5 √-1 × 5 -1 × 5 അല്ലേ -5 കിട്ടുന്നത്. which is equal to, ഇതിനെ √-1 × √5 എന്ന് എഴുതാം. √-1 × √5 എന്ന് എഴുതാം. √a × b എന്ന് പറഞ്ഞാൽ √a × √b ആണ്. √-1 × 5 എന്ന് പറഞ്ഞാൽ √-1 × √5 ആണ്. ഓക്കെ, നമുക്ക് √-1 ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഇതുപോലെ മാറ്റി എഴുതാം. ഓക്കെ, ഈ √-1നെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? i. √-1 എന്ത് നമ്മൾ വിളിക്കുന്നത്? സ്മാൾ ലെറ്റർ i ആയിട്ട് എടുക്കുന്നു. സ്മാൾ ലെറ്റർ i. ഏതിനാണ്? √-1. ഈ ഒരു നമ്പറാണ് പഠിച്ചത്. റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ അല്ലേ? √-1. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സ്മാൾ ലെറ്റർ i ഉണ്ട്. i = √-1. i = √-1. i² എന്തായിരിക്കും? -1 എന്നിട്ട് i² -1 എന്ന് കിട്ടും. i = √-1 നമ്മൾ പഠിച്ചു. √-1 ഡിനോട്ട് ചെയ്യുന്നത് i ആയിട്ടാണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരെ? റൂട്ട് ക്യാൻസൽ ആകാൻ ബാക്കി -1 എന്ന് കിട്ടും. i² = -1 എന്ന് കിട്ടും. ഇത് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പറിലോട്ട് പോവുകയാണ്. എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പഠിക്കാൻ പോവുകയാണ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഓഫ് ദി ഫോം a + ib. a + ib എന്ന ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഏത് ഫോമിലാണ്? a + ib. അതിൽ എയും ബിയും എന്തായിരിക്കും? എയും ബിയും റിയൽ നമ്പേഴ്സ്. ഏത് റിയൽ നമ്പേഴ്സ് വേണോ അവ എയും ബി. i എന്താണ്? ഐയുടെ വാല്യൂ എന്താണ്? √-. ഐയുടെ വാല്യൂ √-. അപ്പൊ ഏത് ഫോമിലുള്ള നമ്പേഴ്സ് ആണ്? a + ib എന്നെഴുതുന്ന ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു നമ്പർ z ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അത് നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? z = a + ib എന്ന ഫോമിൽ എഴുതാൻ പറ്റും. z = a + ib എന്ന ഫോമിൽ എഴുതാൻ പറ്റും. where a and b are real numbers. റിയൽ നമ്പേഴ്സ് അറിയാലോ, നമ്മളെ നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്ന നമ്പേഴ്സ്. ഒരു നമ്പർ ലൈൻ വരച്ചാൽ അത് 0, 1, 2 etc. ലെഫ്റ്റിലോട്ട് -1, -2 etc. പിന്നെ അതുണ്ട്. ഇനി ബിറ്റ്വീൻ ആയിട്ട് എല്ലാ നമ്പേഴ്സും ഉണ്ട്. നമ്പർ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. നമ്മളെ റാഷണലും ഇറാഷണലും ചേരുന്നത്. ഓക്കെ, ഇവിടെ എയും ബിയും ഏത് റിയൽ നമ്പർ വേണോ ആകാം. i എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? i എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √-1. നമ്മള് 10ാം ക്ലാസ് വരെ പഠിച്ച വലിയ കളക്ഷൻ ഏതാണ്? നമ്പേഴ്സിന്റെ കളക്ഷൻ റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ അവസാനം വരെ പഠിച്ചത് റിയൽ നമ്പേഴ്സ് പഠിച്ചു. പിന്നെ റിയൽ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കോർഡിനേറ്റ്സിൽ x, y
എക്സും വൈയും ആക്സ് വരച്ചു നമ്മൾ പഠിച്ചു. ഇത് നമ്പറിൽ ഓരോ പോയിന്റ് ഡിനോട്ട് ചെയ്യും. ഇങ്ങനെയുള്ള പ്ലെയിനിൽ ഏത് പോയിന്റ് എടുത്താലും അതിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. ഇവിടെ ഈ പ്ലെയിനിലെ നമ്പറിനെ ഡിനോട്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? നമ്മളെ കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പഠിക്കും. അതില് എ പ്ലസ് ഐ ബിയിൽ എ എന്ന് പറയുന്ന എക്സ് പോയിന്റ്സ് ആയിട്ട് എടുക്കും, ബി എന്ന് പറയുന്നത് വൈ പോയിന്റ്സ് ആയിട്ട് എടുക്കും. പിന്നെ പഠിച്ചോളും, കുഴപ്പമില്ല. അപ്പൊ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി where a and b are integers, where I equal to root minus 1, where I equal to root minus 1. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ കളക്ഷൻ ആയിപ്പോ ആദ്യം പഠിച്ച നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 എക്സെട്ര 1 2 3 എക്സെട്ര ഇതേ നമ്മൾ പഠിച്ചോളൂ. പിന്നെ പഠിച്ചത് എന്താണ്? അതിനോട് സീറോടെ ചേർത്ത് പഠിച്ചു. 0 1 2 3 എക്സെട്ര ഹോൾ നമ്പേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ നെഗറ്റീവ്സും പഠിച്ച് -1 -2 എക്സെട്ര ഇന്റിജേഴ്സ്. ഇതിനെല്ലാം ബിറ്റ്വീൻ ആയിട്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലെ? റാഷണലും ഉണ്ട്, റാഷണലും ഉണ്ട്. അതെല്ലാം ചേരുമ്പോ നമ്പർ ലെയേഴ്സിലെ നമ്പർ ആവും. അതാണ് റിയൽ നമ്പേഴ്സ് അല്ലെ? റിയൽ നമ്പേഴ്സ് വരെ നമ്മൾ പഠിച്ചോളൂ. ഇനി നമ്മൾ പഠിക്കുന്നതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ വലിയ കളക്ഷൻ. ഈ എഴുതിയിരിക്കുന്ന എല്ലാം എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. നമ്മളെ റിയൽ നമ്പറും അതിൽ കൂടുതലായിട്ട് ഇനി നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെ മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിന് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഐ ഈക്വൽ ടു എന്താണ്? ഐ ഈക്വൽ ടു റൂട്ട് -1. എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് നമ്പർ തന്നാൽ അതിനെ ഏത് ഫോമിൽ എഴുതാൻ നോക്കാം? നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോമിൽ എഴുതാൻ പറ്റൂലേ നോക്കാം. Z ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ എഴുതാം. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 അല്ലേ? ഈ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആണോ നോക്കാം. 1 എന്ന് പറയുന്ന സംഖ്യ അതിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇതിന് രണ്ട് പാർട്സ് ആണ് ഉള്ളത് അല്ലെ? Z ഈക്വൽ ടു എ പ്ലസ് ഐ ബി. രണ്ട് ടേം ഉണ്ട്. എ വരുന്നൊരു ടേം ഉണ്ട്, ബി ഉള്ളൊരു ടേം ഉണ്ട്. എയും ബിയും റിയൽ നമ്പറാണ്. ഐ ഇല്ലാത്തൊരു ടേം ഉണ്ട്, ഐ കൂടെ ഉള്ളൊരു ടേമും ഉണ്ട്. എ പ്ലസ് ഐ ബി എന്ന ഫോമില് രണ്ട് ടേംസ് ഉണ്ട്. ആദ്യത്തെ ടേമിൽ ഐ ഇല്ല, രണ്ടാമത്തിൽ ഐ ഉണ്ട്. എ പ്ലസ് ഐ ബി. ഇവിടെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. അത്രേ ഉള്ളൂ. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഇതിൽ എനെ നമ്മൾ എന്ന് വിളിക്കും? എനെ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് Z. നമ്മൾ Z ആണ് കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുത്തത് അല്ലേ? Z ഈക്വൽ ടു എ പ്ലസ് ഐ ബി. Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അല്ല, റിയൽ പാർട്ട് ആണ് എ. റിയൽ പാർട്ട് ഓഫ് Z. അതേപോലെ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐയുടെ കൂടെയുള്ള നമ്പർ, ഐയുടെ കൂടെയുള്ള സംഖ്യ വിളിക്കുന്ന പേരാണ് ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ IM of Z. ഇമാജിനറി പാർട്ട് ഓഫ് Z. കോംപ്ലക്സ് നമ്പർ Z ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ഫോമിലാണ് എഴുതുന്നത്. വേർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഈക്വൽ ടു റൂട്ട് -1. ഓക്കെ, വേർ എ എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് Z. ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് Z. അങ്ങനെ രണ്ട് പാർട്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നും ഒന്നെന്ന് പറയുന്ന സംഖ്യനെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ എഴുതാൻ പറ്റുമോ നോക്കാം. അങ്ങനെ എഴുതാൻ പറ്റിയാൽ 1 എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ്. 1 നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? 1 അധികം I into 0 എഴുതിക്കൂടെ? ഏത് ഫോമിലായി? എ പ്ലസ് ഐ ബി എന്ന ഫോമിലായില്ലേ? 1 equal to 1 plus I into 0. I into 0. 0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് 0 ആവും. പ്ലസ് 1 തന്നെ കിട്ടൂലേ?
എ പ്ലസ് ഐ ബി എന്ന ഫോമിലല്ലേ എഴുതിയത്. അപ്പൊ 1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 1 ഇമാജിനറി പാർട്ട് ഏതാണ്? ഇമാജിനറി പാർട്ട് 0. ഓക്കെ. ഇനി 5 നമുക്ക് എഴുതാം. 5 എന്ന് പറയുമ്പോൾ ഐയുടെ ടേം ഇല്ല, എ മാത്രമേ ഉള്ളൂ. എയുടെ സ്ഥാനത്താണ് 5 പ്ലസ് ഐയുടെ ടേം ഇല്ല. ഐയുടെ ടേം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അവിടുത്തെ ഇമാജിനറി പാർട്ട് ബി 0 ആയാൽ മതി. ഐ ഇൻറ്റു 0 ഇത് 0 കിട്ടും. 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 കിട്ടും. ബാക്കി 0 പ്ലസ് 5 തന്നെ കിട്ടും. ഏത് ഫോമിൽ? എ പ്ലസ് ഐ ബി. എ എന്ന് പറയുന്ന 5ഉം ബി എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ. അപ്പൊ ഇതുപോലെ റിയൽ നമ്പേഴ്സിന്റെ ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പർ എന്ത് തന്നെയാണ്? നമ്മളെ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പർ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. കോംപ്ലക്സ് നമ്പറിന്റെ ഫോർമുലേറ്റ് എഴുതുമ്പോൾ ആ തന്നിരിക്കുന്ന റിയൽ നമ്പർ തന്നെയാണ് നമ്മളെ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് അവിടെ ഉണ്ട്. ഇമാജിനറി പാർട്ട് ഉണ്ട്. ഇമാജിനറി പാർട്ട് ഏതാണ്? 0 ആണ്. ഐയുടെ കൂടെയുള്ള സംഖ്യ 0 ആണ്. ഏത് നമ്പർ എടുത്താലും അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? 100 100 ഈക്വൽ ടു എന്താണ്? 100 പ്ലസ് ഐ ഇൻറ്റു 0 എന്ന് എഴുതാം. 100 ഈക്വൽ ടു 100 പ്ലസ് ഐ ഇൻറ്റു 0. ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. 100 പ്ലസ് ഐ ഇൻറ്റു 0 100 തന്നെ കിട്ടുമല്ലോ. കിട്ടും. ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പറിന്റെ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. അപ്പൊ ഏത് റിയൽ നമ്പർ എന്താണ് നമ്മൾ പഠിച്ച്? കോംപ്ലക്സ് നമ്പർ ആണെന്ന് പഠിച്ച്. ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പർ എന്തായിരിക്കും? എപ്പോഴും കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ കോംപ്ലക്സ് നമ്പറിലെ റിയൽ പാർട്ട് ഏത് തന്നെയാണ്? നമ്മൾ എടുത്തിരിക്കുന്ന റിയൽ നമ്പർ തന്നെയാണ്. ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെയുള്ള സംഖ്യ ഏതായിരിക്കും? ഐയുടെ കൂടെ ഐ വരുന്ന സംഖ്യ ഇല്ല, ഇതിൽ ഐ ഇല്ല. ഐയുടെ കൂടെയുള്ള സംഖ്യ എന്താവണം? 0 ആവണം. ഇവിടെ ആ ടൈം ക്യാൻസൽ ആവും. ഐ ഇൻറ്റു 0 0 ആവും. ബാക്കി 5 മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഐ ഇൻറ്റു 0 0 ആവും. ബാക്കി 1 മാത്രമേ ഉള്ളൂ. അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി. Z ഈക്വൽ ടു എ പ്ലസ് ഐ ബി. Z എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിന് ഏത് ഫോമിലാണ് എഴുതുന്നത്? എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. where a and b are real numbers and I equal to √-1. ഇനി കോംപ്ലക്സ് നമ്പറിൽ 2 ടേം ഉണ്ട്. ഏതൊക്കെ ടേം ഉണ്ട്? ഐ ഉള്ളൊരു ടേം ഉണ്ട്, ഐ ഇല്ലാത്ത ടേമും ഉണ്ട്. ഐ ഇല്ലാത്ത ഫസ്റ്റ് ടേം എ, അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഐയുടെ കൂടെയുള്ള സംഖ്യ വിളിക്കുന്ന പേരാണ് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഓക്കെ. റിയൽ പാർട്ട് പറയാം, ഇമാജിനറി പാർട്ട്. ഓക്കെ. ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ എഴുതി. Z ഈക്വൽ ടു 5 പ്ലസ് 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഏതാണ്? റിയൽ പാർട്ട് റിയൽ പാർട്ട് എന്ത് കിട്ടും? റിയൽ പാർട്ട് ഓഫ് Z 5. ഇതിന്റെ ഇമാജിനറി പാർട്ട് ഏതാണ്? ഇമാജിനറി പാർട്ട് എത്രയാണ്? 3. വെരി ഗുഡ്. വേറൊരു കോംപ്ലക്സ് നമ്പർ Z 2 ഈക്വൽ ടു വേറൊരു കോംപ്ലക്സ് നമ്പർ എഴുതുന്നത് 10 - 7. ഇതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്തായിരിക്കും? പറഞ്ഞേ. റിയൽ പാർട്ട് 10. റിയൽ പാർട്ട് 10. വെരി ഗുഡ്. ഇമാജിനറി പാർട്ട് -7. ഇമാജിനറി പാർട്ട് 7 അല്ല, -7 ആണ് അല്ലേ? നമ്മൾ ഏത് ഫോമിൽ എഴുതണം? എ പ്ലസ് ഐ ബി എന്ന ഫോമിലാകണം. എ പ്ലസ് ഐ ബി എന്ന ഫോമിലായിരിക്കണം. എ പ്ലസ് ഐ ബി എന്ന ഫോമിലാകുമ്പോൾ എനെ റിയൽ പാർട്ട് എന്നും വിളിക്കും, ബിനെ ഇമാജിനറി പാർട്ട് എന്നും വിളിക്കും. ഓക്കെ. ഇവിടെ എ പ്ലസ് ഐ ബി എന്ന ഫോമിലാണോ? അല്ല. ഇതിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിലാക്ക്.
10 plus I into B. B യെ മൈനസ് 7 എന്ന് വിളിക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് A plus IB എന്ന ഫോമിൽ ആയല്ലോ. 10 plus I into minus 7. minus 7 into I minus 7 കിട്ടൂലേ, മുകളിലൊക്കെ അത് തന്നെ കിട്ടും. അപ്പൊ ഞാൻ മാറ്റി ഇങ്ങനെ എഴുതിയില്ല, ഏത് ഫോമിൽ എഴുതി? A plus IB. എയുടെ സ്ഥാനത്ത് 10, ബിയുടെ സ്ഥാനത്ത് minus 7. അതുകൊണ്ട് റിയൽ പാർട്ട് 10 കിട്ടും, ഇമാജിനറി പാർട്ട് minus 7 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് രണ്ടും കൂടെ എഴുതിയെടുത്തോ. റിയൽ പാർട്ട് 5, ഇമാജിനറി പാർട്ട് നോട്ട് എഴുതിയിട്ടുണ്ട് ചെയ്യാം അല്ലേ? അതുകൊണ്ട് എഴുതിക്കും. ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ. ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ 10ൽ പഠിച്ച കാര്യം തന്നെയാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചില്ലേ? ഇവിടെ ആ പേര് തന്നെയാണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അവിടെ നമ്മൾ പഠിച്ചായിരുന്നല്ലേ, b² - 4ac <0 ആയാൽ അതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷെ നമ്മളെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. സൊല്യൂഷൻ ഇല്ലെന്നല്ല, അവിടെ സൊല്യൂഷൻ ഇല്ലെന്ന് നമ്മൾ പഠിച്ചതിന്റെ കാര്യം അവിടെ നമ്മൾ റിയൽ നമ്പർ വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ റിയൽ നമ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ അവിടെ ഇല്ല, കിട്ടത്തില്ല. പക്ഷെ നമുക്ക് സൊല്യൂഷൻ കിട്ടും. എങ്ങനെയുള്ള സൊല്യൂഷൻ കിട്ടും? റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന സൊല്യൂഷൻ കിട്ടും. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൊല്യൂഷൻ പഠിക്കാൻ പോകുന്നത്. അതാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിന്നെ ഇവിടെയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കാണ്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് കിട്ടും? കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ഡിസ്ക്രിമിനന്റ് <0 ആയാലും കുഴപ്പമില്ല, സൊല്യൂഷൻ. ഓക്കെ, എഴുതിക്കോ. ചാപ്റ്ററിന്റെ പേര് എഴുതിയല്ലോ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ്. Complex numbers. A number of the form a plus ib comma where a and b are real numbers is defined to be a complex number. 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 കൂടെ ഇതെല്ലാം കോംപ്ലക്സ് നമ്പർ ആണല്ലേ? √3 plus 4i എയും ബി എന്തായാൽ മതി. എയും ബിയും റിയൽ നമ്പേഴ്സ് ഇട്ട് ഏത് നമ്പർ വേണോ നമുക്ക് പറയാൻ പറ്റും, ഏത് നമ്പർ വേണോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 1/7 plus 4/3i എഴുതി കൂടെ. എയുടെ സ്ഥാനത്ത് 1/7, ബിയുടെ സ്ഥാനത്ത് 4/3. ഏത് റിയൽ നമ്പർ വേണോ എടുക്കാം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ അത് 5 എന്ന് പറയുന്നത്. 5 ഇതിന് എക്സാമ്പിൾ ആണ് കോംപ്ലക്സ് നമ്പേഴ്സിന്. 5 കോംപ്ലക്സ് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ആണല്ലേ? ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്പറും കോംപ്ലക്സ് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ പഠിച്ചത് ഏത് ഫോമിൽ അല്ലെന്നേ ഉള്ളു, a+ib എന്ന് പറയുന്ന ഫോമിൽ അല്ലെന്നേ പഠിച്ചിരുന്നുണ്ട്. ഇതിന് നമുക്ക് a+ib ഫോമിൽ എഴുതാലോ. 5 = 5 plus i into 0. ബിയുടെ സ്ഥാനത്ത് 0 അത്രേ ഉള്ളു. 5 plus ib. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരുള്ള നമ്പർ എല്ലാം കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ ആണ്. is defined to be a complex number. എഴുതിയല്ലോ, എക്സാമ്പിൾ എഴുതിയല്ലേ? നെക്സ്റ്റ് ലൈൻ ആയിട്ട് എഴുതിക്കോ. For the complex number
For the complex number, is z equal to a plus ib. For the complex number, is z equal to a plus ib, comma, a is called the real part. A is called the real part. A is called the real part, comma, denoted by real part of z, R-E-Z. R-E-Z. Real part of z നമ്മൾ വായിക്കും. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? റിയൽ പാർട്ട് ഓഫ് z, R-E-Z. And B is called, imaginary part, comma is denoted by I am Z, imaginary part of Z എന്ന് പറയും. എഴുതിയല്ലോ. ഒന്നിതും ഒരു കോംപ്ലക്സ് നമ്പർ Z1 = 5 + 3i, അതിന്റെ റിയൽ പാർട്ട് എഴുതി, ഇമാജിനറി പാർട്ട് എഴുതി. രണ്ടാമത് അടുത്തൊരു കോംപ്ലക്സ് നമ്പർ എടുത്ത് Z2 = 10 - 7i, അതിന്റെ ഇമാജിനറി പാർട്ട് കൊണ്ട് റിയൽ പാർട്ട് ഉണ്ട്. എഴുതിയെടുത്തു. നോട്ടില് ഐയുടെ വാല്യൂ എഴുതിയില്ല. ഐ എന്താണ്? Z = a + ib എന്ന ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എ ബി എന്തെന്നും പറഞ്ഞു. എ ബി റിയൽ നമ്പേഴ്സ് ആണ്. എ എന്ന് പറഞ്ഞ റിയൽ പാർട്ടും ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. ഓക്കെ. അവിടെ ഐ ഈക്വൽ ടു ഒന്നും നമ്മൾ എഴുതിയില്ല, വാല്യൂ എഴുതിയില്ല. ഐയുടെ വാല്യൂ എന്താണ്? ഐ ഈക്വൽ ടു -1. ഓക്കെ, അതുകൂടെ എഴുതി വെക്കണം കേട്ടോ. ഐ √-1 ആണെങ്കിൽ ഐ സ്ക്വയർ എന്തായിരിക്കും? -1. ഐ ഈക്വൽ ടു √-1, ഐ സ്ക്വയർ ഈക്വൽ ടു -1. ഇതൊരു നമ്പറാണ്. നമ്മൾ ഇതുവരെ പഠിച്ച പോലത്തെ ഒരു നമ്പർ തന്നെയാണ് കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രത്യേകതകൾ, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മളെ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടല്ലേ. പ്രോപ്പർട്ടീസ് ഏതൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്? നമ്മളെ ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഉണ്ട്. ഏതാണ് നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3, 4, 5, 6. നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിനും കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ കുറെ ക്രിയകൾ ചെയ്യും. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓരോ ക്രിയയിലും ഓരോ പ്രോപ്പർട്ടികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അഡിഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, 2 നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇവിടെ വീണ്ടും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. 2 നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും നാച്ചുറൽ നമ്പർ കിട്ടോ? കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ നമ്മളൊരു കളക്ഷൻ നമ്പർ എടുത്ത്, ഇപ്പൊ നാച്ചുറൽ നമ്പർ എടുത്ത്, അല്ലെ 2 നാച്ചുറൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അതിന് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ് ആണ് എടുത്തത്. ഏത് കാര്യത്തിൽ? അഡിഷന്റെ കാര്യത്തിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. 1 ഉം 2 ആഡ് ചെയ്ത് 1 + 2 3. 2 നാച്ചുറൽ നമ്പർ ആഡ് ചെയ്ത് വീണ്ടും നാച്ചുറൽ നമ്പറിനെ കിട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്.
ഇത് അഡിഷന്റെ കാര്യത്തിലാണ്. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടാവും. രണ്ട് നാച്ചുറൽ നമ്പർ 5ഉം 3ഉം എടുത്തു. 5 മൈനസ് 3 2 കിട്ടി. രണ്ട് നാച്ചുറൽ നമ്പർ എന്തെടുത്ത് മൈനസ് ചെയ്തപ്പോഴും വീണ്ടും നാച്ചുറൽ നമ്പർ തന്നെ കിട്ടിയല്ലോ. കിട്ടി. ഞാൻ രണ്ട് നാച്ചുറൽ നമ്പർ 3ഉം 5ഉം എടുത്ത് 3 5 മൈനസ് ചെയ്ത് എന്ത് കിട്ടോടെ? -2 -2 ആണ് കിട്ടിയത്. അപ്പൊ രണ്ട് നാച്ചുറൽ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് എപ്പോഴും ഏത് നാച്ചുറൽ നമ്പറിനെ കിട്ടിയ ആൻസർ ഇവിടെ ഇല്ല, നെഗറ്റീവ് നമ്പർ കിട്ടി. അപ്പൊ സബ്ട്രാക്ഷന്റെ കാര്യത്തിൽ നാച്ചുറൽ നമ്പേഴ്സിന് എന്ത് പ്രോപ്പർട്ടി ഇല്ല? ക്ലോഷർ പ്രോപ്പർട്ടി ഇല്ല. ഇതുപോലെ കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചും മറിച്ചും ചെയ്യണം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് നമ്പേഴ്സ് എയും ബി എടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കണം. അഡിഷന്റെ കാര്യത്തിൽ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ. മൾട്ടിപ്ലിക്കേഷൻ ആണ് എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആയിരിക്കണം. ഡിവിഷന്റെ കാര്യത്തിൽ എ ബൈ ബി ഈക്വൽ ടു ബി ബൈ എ. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ. നാച്ചുറൽ നമ്പറിന്റെ നാച്ചുറൽ നമ്പർ എടുക്കാം. എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളുടെ കേസില് ഈ പ്രോപ്പർട്ടി ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അഡിഷന്റെ കേസില് രണ്ട് നാച്ചുറൽ നമ്പർ തിരിച്ചും മറിച്ചും ആഡ് ചെയ്ത ഒരു ആൻസർ തന്നെ കിട്ടൂലേ? രണ്ട് നമ്പേഴ്സ് 5ഉം 3ഉം 5 + 3 80 തന്നെ, 3 + 5 80 തന്നെ കിട്ടും. അഡിഷനില് ഏത് പ്രോപ്പർട്ടി ഉണ്ട്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ സബ്ട്രാക്ഷൻ രണ്ട് നാച്ചുറൽ നമ്പർ തിരിച്ചും മറിച്ച് സബ്ട്രാക്ട് ചെയ്ത ഒരേ ആൻസർ കിട്ടോ? 5ഉം 3ഉം 5 - 3 2ഉം 3 - 5ഉം -2 ആണ്. രണ്ടും ഡിഫറെന്റ് ആൻസർ കിട്ടും. അതുകൊണ്ട് സബ്ട്രാക്ഷന്റെ കേസിൽ ഏത് പ്രോപ്പർട്ടി ഇല്ല? നാച്ചുറൽ നമ്പറിൽ ഏത് ഇല്ല? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ. ഇതുപോലെയാണ് പഠിക്കേണ്ടത്. ഇതുപോലെ ഏതൊക്കെ നമ്മളെ കോംപ്ലക്സ് നമ്പേഴ്സിന് ഈ പ്രോപ്പർട്ടി ഉണ്ടാകും നോക്കും. അത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നോക്കിക്കോ. Two complex numbers Z1 equal to a plus ib and Z2 equal to c plus ib. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ്? a plus ib യും c plus ib. ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഉം Z2 ഉം ഈക്വൽ ആകണമെങ്കിൽ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ എന്തായിരിക്കണം പ്രത്യേകത? അതിന്റെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കണം. രണ്ടിന്റെ റിയൽ പാർട്ട് എയും സിയും ഈക്വൽ ആയിരിക്കണം. രണ്ടിന്റെ ഇമാജിനറി പാർട്ട് ബിയും ഡിയും ഈക്വൽ ആയിരിക്കണം. അതുകൂടെ പഠിച്ചിരിക്കണേ. സിമ്പിൾ ആയിരിക്കും. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സെയിം ആകണമെങ്കിൽ, ഈക്വൽ ആകണമെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം. രണ്ടിന്റെ ഏതാണ് ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കും. ഈ രണ്ടെണ്ണം ഈക്വൽ ആവണം. a plus ib c plus id ഈക്വൽ ആകണമെങ്കിൽ ഇവിടെ എയുടെ വാല്യൂവിന് ഇവിടെ സിയുടെ വാല്യൂ കിട്ടണ്ടേ? a equal to c ആകണം. അതേപോലെ ബിയുടെ വാല്യൂവിന് ഇവിടെ ഡിയുടെ വാല്യൂ ആയിട്ടും കിട്ടണം. ബിയും ഡിയും ഈക്വൽ ആവണം. അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൂടെ നോട്ടിൽ എഴുതി വെച്ചോ. Two complex numbers z equal to a plus ib, z equal to a plus ib, z equal to a plus ib. z അല്ലെ z1 എന്ന് എടുക്കണേ.
ഇസഡ് സഫിക്സ് ആയിട്ട് 1 കൂടെ Z1 രണ്ടും നമ്മളുണ്ട്. 2 കോംപ്ലക്സ് നമ്പർ എന്നല്ലേ പറഞ്ഞത്, 2 കോംപ്ലക്സ് നമ്പർ. ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ Z1 Z1 equal to A plus IB and Z2 equal to C plus ID and Z2 equal to C plus ID are equal if A equal to C and if A equal to C and B equal to D. B equal to D. B equal to D. If A equal to C and B equal to D. Any question ചെയ്തോ? ഒരു question ആയിട്ട് എഴുതണേ. If 4x plus I into 3x minus y. 4x plus I into 3x minus y, which is equal to 3 minus 6y, which is equal to 3 minus 6y. Where x and y are real numbers. Where x and y are real numbers. Where x and y are real numbers, comma, find the value of x and y. 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 എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? രണ്ട് കോംപ്ലക്സ് നമ്പർ ആണ് തന്നിരിക്കുന്നത്. 4x plus I into 3x minus y അല്ലേ? A plus IB എന്ന ഫോർമുലയിൽ എഴുതിയിരിക്കുന്നത്, which is equal to 3 minus 6i. ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ? അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട് എങ്കിൽ ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഉണ്ട്. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കും. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ടിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിട്ട് മാത്രം എഴുതിയാൽ മാത്രം മതി. ആദ്യത്തെ റിയൽ പാർട്ട് എന്താണ്? LHS ലെഫ്റ്റ് സൈഡിലെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എത്രയാണ്? 4x. റൈറ്റ് സൈഡിലത് റിയൽ പാർട്ട് 3. അപ്പൊ 4x equal to 3 4x equal to 3. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആവണം. അതുകൊണ്ട് രണ്ടിന്റെ റിയൽ പാർട്ട് 4x ഉം 3 ഉം ഈക്വൽ എന്നെടുത്ത് therefore x equal to 3/4 x ന്റെ വാല്യൂ മനസ്സിലായ? ഓക്കേ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കണം. ആദ്യത്തെ റിയൽ പാർട്ട് 4x, ഇമാജിനറി പാർട്ട് I കഴിഞ്ഞിട്ടുള്ള 3x minus y ആണ്. രണ്ടാമത്തെ റിയൽ പാർട്ട് 3 ഉം ഇമാജിനറി പാർട്ട് എത്രയാണ്? -6. അത് തെറ്റിപ്പോരുത് കേട്ടോ. -6 ആണ്. A plus IB എന്ന ഫോർമുല ആക്കണം. 4x plus I into 3x minus 5 equal to, ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 plus -6i എന്ന് എഴുതിയാൽ പോരെ? 3 plus -6i. A plus B into I. A plus IB. രണ്ടിന്റെ റിയൽ പാർട്ട് പറയാം, ഇമാജിനറി പാർട്ട് പറയാം. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം. therefore x equal to നമുക്ക് എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കണം. ആയതിന്റെ ഇമാജിനറി പാർട്ട് ഏതാണ്? 3x minus y, which is equal to, ഇതിന്റെ ഇമാജിനറി പാർട്ട് എത്രയാണ്? -6. ഇനി നമുക്ക് y യുടെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? x ന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്.
വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ വാല്യൂ ഇവിടെ 3 into 3/4 minus y equal to -6. ബാക്കി എന്ത് കിട്ടും നമുക്ക്? 3 into 3 9 9/4 minus y minus and y equal to y equal to കിട്ടും y equal to 9/4 plus 6 എന്ന് കിട്ടും. So same answer കിട്ടും അല്ലേ? 9 plus 4 into 6 24/4 equal to 9 plus 24 33 divided by 4. Y യുടെ വാല്യൂ എന്ത് കിട്ടി? 33 divided by 4. കിട്ടിയാടെ? ഡൗട്ട് ഇല്ലല്ലോ എങ്ങനെ കിട്ടിയെന്ന്? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് തന്നിട്ടുണ്ടല്ലേ? ഓക്കെ, എക്സും വൈയും വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിച്ച്? അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ എഴുതിയപ്പോൾ എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. ഇമാജിനറി പാർട്ട് ഈക്വൽ എഴുതിയപ്പോൾ എന്ത് കിട്ടി? 3x - y = -6 എന്ന് കിട്ടി. ഓക്കെ, ഒന്ന് y കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതൊന്ന് y കണ്ടുപിടിക്കണം. y എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി? അപ്പുറം ഇപ്പുറം കൊണ്ടുപോയി മനസ്സിലായോടെ? അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Express the following. Express the following. Express the following in the form of a plus ib. 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 ഒന്നാമത്തെ 5i into 1/2. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പർ ആണോ? ഐ ഉണ്ട്, ഇല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആണ്. i into 1/8. ഇതിന് ഏത് ഫോമിൽ എഴുതണം? നമ്മൾ a plus ib ഫോം ആയിട്ട് എഴുതാൻ പറ്റുമല്ലേ? പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 into 1/8 5/8 കിട്ടും. i into i എന്ത് വരും ഇവിടെ? i സ്ക്വയർ വരും. i into i എന്ന് വരും. i സ്ക്വയർ കിട്ടും. which is equal to 5/8 into i square. The value of the i square -1. Very good. I square എന്താണ്? -1. Okay. which is equal to നമുക്ക് എന്ത് കിട്ടും? -5/8 -5/8. റിയൽ നമ്പർ കിട്ടിയല്ലേ നമുക്ക്? നമുക്ക് a plus ib ഫോമിൽ എഴുതി കൂടെ. എങ്ങനെ എഴുതാം? ഇപ്പൊ ഇവിടെ ഐയുടെ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ ഐ ഉള്ള ടേം ഇല്ല. ഐയുടെ കൂടെയുള്ള സംഖ്യ അപ്പൊ ഏതായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടല്ല ആ ടേം ഇല്ലാത്തത്. ഇത് നമുക്ക് -5/8 പ്ലസ് 0 ഐ തന്നെ എഴുതിയാൽ മതിയല്ലോ. a plus ib 0 into i എന്താവും?
0 വരും. ബാക്കി ഏത് മാത്രമുള്ളൂ? -5/8. പിന്നെ റിയൽ പാർട്ട് -5/8. ഇമാജിനറി പാർട്ട് അവിടെ ഉണ്ടാ? ഇല്ല. ഇമാജിനറി പാർട്ട് 0 ആണ്. a plus ib എന്ന് പറഞ്ഞിട്ടുള്ളൂ. a plus i 0 into i എഴുതിയിരുന്നത് രണ്ടും സെയിം തന്നെ. a plus ib i into 0 എഴുതിയെടുത്തോ? എഴുതിയെടുത്തല്ലാരും അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തോ. രണ്ടാമത്തത് -5i minus 3i. സിമ്പിളാണ്. പുതിയ നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് മാത്രമേ ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപഠിച്ച കാര്യങ്ങൾ തന്നെ. ഈ നമ്പർ സിസ്റ്റം, ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോം a plus ib ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ എക്സും വൈ ആക്സും ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും ഓരോ പോയിന്റ് ആയിട്ട് പ്ലെയിനിൽ. അത് സിമ്പിൾ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പോളാർ ഫോം എഴുതാൻ മാത്രം പഠിച്ചാൽ അത് സിമ്പിളാണ്. ബാക്കി നമ്മളെ മോഡുലസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഐഡന്റിറ്റീസ് പഠിക്കേണ്ട. ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ച പോലെ തന്നെ ഐഡന്റിറ്റീസ് a plus b the whole square, a minus b the whole square, a plus b the whole cube, a minus b the whole cube. എക്കും ബിക്കും വരെ ഇവിടെ ഇസഡും z1 z2 എടുക്കും. രണ്ട് കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുക്കും. അതെല്ലാം സെയിം. ലാസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിമ്പിൾ ആണ്. നമ്മൾ സോൾവ് ചെയ്താൽ മാത്രം മതി. രണ്ടിന്റെ ആൻസർ എഴുതിക്കണ്ടേ? ഇവിടെ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ്. സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? സാധാ ചെയ്യുന്ന പോലെ ചെയ്താൽ പറ്റില്ല. ഓക്കെ, അതെന്തായാലും കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റിലുണ്ട്. ടെസ്റ്റിലെ പേജ് നമ്പർ 98, 99. പേജ് നമ്പർ 98, 99. 98 ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഹെഡിങ് കണ്ട. ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ആൾജിബ്ര ഉപയോഗിച്ചാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിന്റെ അഡിഷൻ, ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ആ 4 ഹെഡിങ് ഉണ്ടല്ലോ. അഡിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്, അടുത്തത് ഡിഫറൻസ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്, ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത് 4 വൃത്തിയായിട്ട് വായിച്ച് പഠിച്ച് നോട്ട് ബുക്കിൽ എഴുതി മനസ്സിലാക്കും. ഓക്കെ, ഈ 4 കാര്യം വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ടെസ്റ്റ് കൊണ്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതേ ഉള്ളു. കേട്ടാ, അത് നോട്ടിലാക്കണേ. നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്യാനുള്ള അതിന് ശേഷമാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. സാധാ ചെയ്യുന്ന പോലെ തന്നെ
അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പേജ് നമ്പർ 98 99 കേട്ടാ. ഓക്കെ, അത് രണ്ടും പഠിച്ചു വെക്കണേ. എന്താണ് പഠിക്കേണ്ടത്? നമ്മളെ കോംപ്ലക്സ് അതിന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അഡിഷൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് സാധാ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യും. എങ്ങനെ ആഡ് ചെയ്യും? റിയൽ പാർട്സ് ആഡ് ചെയ്ത് റിയൽ പാർട്സ് ആയിട്ട് എഴുതാം, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്ത് ഇമാജിനറി പാർട്ട് ആയിട്ട് എഴുതാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതുപോലെ സബ്ട്രാക്ട് ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എങ്ങനെ ചെയ്യും? നമ്മളെ a പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ചെയ്തില്ലേ? a പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എങ്ങനെ ചെയ്യും? ആദ്യത്തിന്റെ 2 ടേം, രണ്ടാമത്തിന്റെ 2 ടേം ഉണ്ട്. ആദ്യത്തിന്റെ ഓരോ ടേം കൊണ്ട് രണ്ടാമത്തിന്റെ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താണ് എഴുതുന്നത്. അതുപോലെയാണ് ഇവിടെ. അത് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ഡിവിഷൻ അതുപോലെ ഞാൻ പറയാം. ഇത് ചെയ്തിട്ടാമേ. 5i മൈനസ് 3i എന്താ ആൻസർ? ആദ്യത്തിന്റെ ആൻസർ 5i മൈനസ് 3i. രണ്ട് കോംപ്ലക്സ് നമ്പർ മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യും? റിയൽ പാർട്ട് മൈനസ് ചെയ്ത് റിയൽ പാർട്ട് ആയിട്ട് ഇടണം, ഇമാജിനറി പാർട്ട് മൈനസ് ചെയ്ത് ഇമാജിനറി പാർട്ട് ആയിട്ട്. ഇവിടെ രണ്ടിനും റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് ഐയുടെ ടൈമിലേ ഉള്ളു. അപ്പൊ അത് മൈനസ് ചെയ്ത് എഴുതി. അത് എന്ത് കിട്ടും? 2i എന്ന് കിട്ടിയാ 5i മൈനസ് 3i എന്ത് കിട്ടി? 2i എന്ന് കിട്ടിയാ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഇതിനെ ഏത് ഫോമിൽ എഴുതണം? a പ്ലസ് ഐ ബി. അങ്ങനെ എഴുതാം. 0 പ്ലസ് i into 2. a പ്ലസ് ഐ ബി ഫോമിലായ 2i ആണ്. ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. അപ്പൊ റിയൽ പാർട്ട് 0. 0 പ്ലസ് 2i അല്ലെ i into 2. a പ്ലസ് ഐ ബി. റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് എന്താണ്? 2. അടുത്തത് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ആവും. ബാക്കി മൈനസ് 3i into i സ്ക്വയർ. മൈനസ് 3 into i സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് 3i സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3 into i സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? മൈനസ് 3 into minus 1 plus 3 എന്ന് കിട്ടും. Which is equal to 3 plus i into 0 a plus i b. Real part 3 imaginary part 0. മനസ്സിലായോടെ? സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എഴുതാത്തവർ എഴുതിയെടുത്തു, എഴുതാത്തവർ എഴുതിയെടു. എഴുതിയെടുത്താൽ എല്ലാരും എഴുതിയാ? എഴുതിയല്ലോ. ഞാൻ 2 കോംപ്ലക്സ് നമ്പർ എടുക്കും. ആ 2 കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡിഷനും ഡിഫറൻസ്, സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും എങ്ങനെയാണെന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഓരോന്നിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അഡിഷനിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്,
ഡിഫറൻസിലെ പ്രോപ്പർട്ടി ഉണ്ട്, അതിലാ ടെസ്റ്റ് നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഈക്വൽ ടു a പ്ലസ് ib എടുത്ത് Z2 ഈക്വൽ ടു c പ്ലസ് ib രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്. Z1 ഈക്വൽ ടു a പ്ലസ് ib, Z2 ഈക്വൽ ടു c പ്ലസ് id. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടുന്നതിന് ഇത് രണ്ടും ആഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി? അതിന്റെ റിയൽ പാർട്ട് ആഡ് ചെയ്ത് റിയൽ പാർട്ട് ആയിട്ട് എഴുതുക. റിയൽ പാർട്ട് എ സി അല്ലേ, അപ്പം എ പ്ലസ് സി എന്ന് കിട്ടും. പ്ലസ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്ത് ഇമാജിനറി പാർട്ട് ആയിട്ട് എഴുതുക. ഇമാജിനറി പാർട്ട് ഏതാണ്? ബിയും ഡിയും അല്ലേ, ബി പ്ലസ് ഐ ബി പ്ലസ്. മനസ്സിലായുടെ പറഞ്ഞത്? A plus C plus I into B plus C. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എങ്ങനെ ആഡ് ചെയ്താൽ മതി? അതിന്റെ റിയൽ പാർട്ട് ആഡ് ചെയ്ത് റിയൽ പാർട്ട് ആയിട്ട് എഴുതുക. പ്ലസ് ഐ ഇൻറ്റു എന്തായിട്ട് റിയൽ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്ത് ഇമാജിനറി പാർട്ട് ആയിട്ട് എഴുതുക. അത് മാത്രം. ഒരു എക്സാമ്പിൾ വെച്ചിരിക്കുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നിരിക്കുകയാണ്. 2 പ്ലസ് 3im മൈനസ് 6 പ്ലസ് 5i. ഇത് രണ്ടും ആഡ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്താൽ ആഡ് ചെയ്തു. അഡിഷന്റെ കാര്യമാണ് പഠിക്കുന്നത്. 2 പ്ലസ് 3im മൈനസ് 6 പ്ലസ് 5i ആഡ് ചെയ്താൽ കിട്ടും. എന്തായിട്ട് രണ്ടുകൂടെ ആഡ് ചെയ്തപ്പോൾ 2 പ്ലസ് 3im മൈനസ് 6 പ്ലസ് 5im രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്താ കിട്ടും? ഇമാജിൻ 2 മൈനസ് 6 ആഡ് ചെയ്യണം അല്ലേ? 2 പ്ലസ് മൈനസ് 6 പ്ലസ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യണം അല്ലേ? 3ഉം 5. 3 പ്ലസ് 5 i എന്താണ്? 2 പ്ലസ് മൈനസ് 4 പ്ലസ് 3 പ്ലസ് 8 ഇതെല്ലാം കിട്ടുമോ? മൈനസ് 4 പ്ലസ് 8 ഇത്രേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യും. ഈ കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ കുറയ്ക്കാൻ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്ന പോലെ സബ്ട്രാക്ഷൻ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 Z2 മൈനസ് ചെയ്യാം. ഇതിനോട് മൈനസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. Z1 പ്ലസ് മൈനസ് Z2 Z1 മൈനസ് Z2 Z1 പ്ലസ് മൈനസ് Z2 എന്ന് എഴുതാം. ആഡ് ചെയ്യുന്ന മെത്തേഡ് ആയിരുന്നു ആഡ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. ഇതാണ് Z2ന്റെ നെഗറ്റീവ് എടുത്തിട്ട് അത് Z1 ആഡ് ചെയ്താൽ മതി. അല്ലെ അങ്ങനെ ആലോചിക്കണമെന്നില്ല. രണ്ടുകൂടെ മൈനസ് ചെയ്താൽ Z1 എന്താണ്? Z1 a പ്ലസ് ib മൈനസ് Z2 c പ്ലസ് ib. നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? a പ്ലസ് ib ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു സി മൈനസ് സി വരും. മൈനസ് ഇൻറ്റു ഐ ഡി വരും. മൈനസ് ഐ ഡി
മൈനസ് ഐ ബി കിട്ടും. ഇനി നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? ഞാൻ ആഡ് ചെയ്ത് എഴുതിയാൽ എ മൈനസ് സി ആഡ് ചെയ്യുമ്പോ എ മൈനസ് സി. ഐ ബിയും മൈനസ് ഐ ഡിയുടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ടത് മൈനസ് ഐ വേണമെങ്കിൽ പുറത്തെടുക്കാം അല്ലെ? മൈനസ് ഐ പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? മൈനസ് ബി പ്ലസ് ഡി അല്ലെ? ഡി മൈനസ് ബി, ഡി മൈനസ് മനസ്സിലായ? ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ കിട്ടുന്ന സംഖ്യകളുണ്ടല്ലോ അത് അതുപോലെയൊക്കെ ചെയ്താൽ മതി. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം എ പ്ലസ് ഐ ബി, ഇതൊരു ടേം ഉണ്ട്. ബാക്കി മൈനസും മൈനസ് രണ്ടിലും മൈനസ് ഉണ്ടല്ലേ? അപ്പൊ മൈനസ് നമുക്ക് മാറ്റിയിട്ട് മൈനസ് പ്ലസ് മൈനസ് ഓഫ് സി പ്ലസ് ഐ ഡി രണ്ടിന് മൈനസ് കോമൺ ആയിട്ട് എടുക്കും. മൈനസ് ഓഫ് സി പ്ലസ് ഐ ഡി എന്നിട്ട് എ പ്ലസ് ഐ ബി പ്ലസ് മൈനസ് ഓഫ് സി പ്ലസ് ഐ ഡി. അതാണിത്. ഇത് തന്നെയാണിത്. സബ്ട്രാക്ഷൻ ഒന്നുമില്ല, ആഡ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത് കേട്ടാ. ഇപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിരിക്കുന്നത് 3 പ്ലസ് 5i മൈനസ് 6 പ്ലസ് 6 പ്ലസ് ഇതാണ് ആൻസർ. നമ്മൾ സാധാ മൈനസ് 3 പ്ലസ് 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും അല്ലേ? മൈനസ് 6 മൈനസ് 12 which is 3 minus real part എന്താവും? 3 minus 6 minus 3 5i minus 2i plus 3i ഇതല്ലേ കിട്ടുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബാക്കി നമ്മൾ അതുപോലെ ചെയ്യുക. ഐ ഇല്ലാത്ത ടേമിന്റെ ക്രിയ ചെയ്യുക, ഐ ഉള്ള ടേമിന്റെ ക്രിയ ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. എങ്ങനെ കിട്ടി? മൈനസ് 3 പ്ലസ് 3i എന്ന് കിട്ടി. നമ്മുടെ റിയൽ പാർട്ട് എന്താണ്? മൈനസ് 3യും ഇമാജിനറി പാർട്ട് 3 എന്നുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ ചെയ്തു. മൈനസ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ മൈനസ് ചെയ്യാനുള്ള വേറൊരു എക്സാമ്പിൾ. minus 5 plus 3i minus 8 minus I. So minus is on the answer. Minus 5 plus 3i minus 8 minus I. The minus thing on the term. Other bracket open to the minus 5 plus 3i minus 8 minus into minus plus 5. The real part is the minus 5 on the minus 8. Return minus 8 plus 3im plus 4i. Minus 13 plus 4i. The real part is minus 13, imaginary part is 4. A plus IB in the formula exam for another party that A plus IB in the formula exam for and a real part to the imaginary part to the near the multiplication. Multiplication. And a multiplication. Multiplication is that one is that two. Two complex number is that one is that two. Then is that one A plus IBM is that two C plus IBM. And the multiplication is that one is that two no varnal. But the Jida Mari. This is multiply the A plus IB into C plus IB. A plus IB into C plus IB.
എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും നമ്മള്? ആദ്യത്തിന്റെ ഓരോ ടേമിനും വീണ്ടും രണ്ടാമത്തിന്റെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യത്തിന്റെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എ കൊണ്ട് ഡിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് കിട്ടും? എ ഇൻറ്റു സി, എ സി പ്ലസ് എ ഇൻറ്റു ഐ ഡി, ഐ എ ഡി പ്ലസ്. ഇനി രണ്ടാമത്തെ ടേം കൊണ്ട് ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്യണം, ഐ ബി ഇൻറ്റു സി, ഐ ബി സി കിട്ടും പ്ലസ് രണ്ടാമത്തത് കൊണ്ട് രണ്ടാമത്തെ ടേമിന് ഐ ബി ഇൻറ്റു ഐ ഡി, ഐ സ്ക്വയർ ബി ഡി കിട്ടും. എന്നിട്ട് ഐ സ്ക്വയർ ബി ഡി which is equal to AC plus I AD plus I BC plus I square BD. എന്താണ് I square എന്ന് പറഞ്ഞാൽ? I square minus 1. minus 1. അപ്പൊ minus 1 BD. minus BD എന്നാണ് ലാസ്റ്റ്. മൈനസ്. നമുക്ക് എഴുതിക്കും, എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഇല്ലാത്ത ടൈം എ സി ഉണ്ട്, മൈനസ് ബി ഡി ഉണ്ട്. എ സി മൈനസ് ബി ഡി, ഐ ഇല്ലാത്ത. ഇനി ഐ ഉള്ള രണ്ട് ടൈം ഐ എ ഡി പ്ലസ് ഐ ബി സി, ഐ കോമൺ ആയിട്ട് കിട്ടും പ്ലസ് ഐ ഇൻറ്റു എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ ആയില്ലേ? ഇത് ചെയ്യുമ്പോൾ റിയൽ നമ്പർ കിട്ടും. എ ഡി പ്ലസ് ബി സി ചെയ്യുമ്പോൾ റിയൽ നമ്പർ കിട്ടും. എന്നാണ് ഇത് എ പ്ലസ് ഐ ഇൻറ്റു ബി, ആ ഫോമിലാണ് കിട്ടും. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും വീണ്ടും കോംപ്ലക്സ് നമ്പറിനെ കിട്ടും. ഇപ്പൊ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാലോ? എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാലോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ. എങ്ങനെയാണ് നമ്മള് ഓരോന്നിന്റെ ഓരോ ടൈം വേണ്ട ഓരോന്നിന്റെ മറ്റേ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സിലെ പഠിച്ച എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. എ കൊണ്ട് സിയുടെയും ഡിയുടെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ ബി കൊണ്ട് സിയുടെയും ഡിയുടെയും മൾട്ടിപ്ലൈ. അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കിക്കോ, മൾട്ടിപ്ലൈ ചെയ്താണ് 3 + 5i ഇൻറ്റു 3 + 5i ഇൻറ്റു 2 + 6i. മൾട്ടിപ്ലൈ ചെയ്തു. Three plus 5i into 2 plus 6i. 3 plus 5i into 2 plus 3 plus 5i into 2 plus 6. ഏതാ? 3 into 2 6. 3 into 6i 18i plus 5i into 2 10i plus 5i into 6i 5 into 6 30 I into I square number 30i square, which is equal to 6 plus 18i plus 10i എന്ത് വരും? 28i
I square value -1 ആണ്. -1 into 30 -30. Which is equal to answer the term 6 minus 30 minus 24 plus 28 I. A plus IB formula ആയാലോ കോംപ്ലക്സ് നമ്പറിനെ കിട്ടിയില്ലേ? -24 plus 28 I. കിട്ടിയാടെ? ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ഡിവിഷൻ. ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിവിഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ക്ലോഷറും കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ഒക്കെ ഉണ്ട്. അത് സിമ്പിൾ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ടെസ്റ്റ് എടുത്ത് വായിച്ചു നോക്കണം. ടെസ്റ്റ് ഇല്ലാത്തവര് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ, പ്ലേ സ്റ്റോറിൽ ടെസ്റ്റ് കിടപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത ഡിവിഷൻ. ഡിവിഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും? രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 equal to A plus IB യും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാണ്? Z1 നെ Z2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Z1 divided by Z2. That is Z1 into 1 by Z2 എന്നാണ്. Z1 നെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Z1 into 1 by Z2. Z2 ന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Z2 ന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഇൻവേഴ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. Z1 into 1 by Z2 എന്ന് പറഞ്ഞാൽ Z2 ന്റെ ഇൻവേഴ്സ് അല്ലേ? Z1 Z2 ഡിവൈഡ് ചെയ്താൽ മതി. Z1 നെ Z2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ Z1 നെ 1 by Z2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 by Z2 എന്ന് പറഞ്ഞാൽ Z2 ന്റെ ഇൻവേഴ്സ്. Z1 നെ Z2 ന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതാണ് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് എഴുതിയെടുത്തോളെ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഒരു കോംപ്ലക്സ് നമ്പർ A plus IB ഉണ്ട്. Z equal to A plus IB. എങ്കിൽ Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 by A plus IB ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പർ Z equal to A plus IB ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? Z ഇൻവേഴ്സ് 1 by A plus IB. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് ഇൻവേഴ്സ് പഠിച്ചില്ലേ? റെസിപ്രോക്കൽ ആയിട്ട് എഴുതുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 1 by A plus IB നമുക്ക് ഏത് ഫോമിൽ എഴുതണം? കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാക്കണം. ഇതിനെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാക്കുന്നത് എങ്ങനെയാണ്? അതാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ 1 by A plus IB. ഓക്കെ, പിന്നെ A plus IB എന്ന ഫോമിൽ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലോട്ട് ആക്കണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? A minus IB ഉണ്ട്, മുകളിലും താഴെ ഇൻറ്റു. A minus IB ഉണ്ട്, മുകളിലും താഴെ ഇൻറ്റു. വൺ ബൈ A plus IB ആണല്ലേ? അതിന്റെ നമ്മളെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ A minus IB ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടൂടെ? 1 into A minus IB
എ മൈനസ് ഐ ബി എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ത് കിട്ടും? എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി രണ്ടുകൂടെ ഇൻറ്റു ആണ്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി രണ്ടുകൂടെ ഇൻറ്റു എന്ത് കിട്ടും? പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാണ് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. നമുക്ക് വേണമെങ്കിൽ അത് ഐഡന്റിറ്റി ഉണ്ട്. എം പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പക്ഷെ ഇവിടെ നമ്മൾ ഐഡന്റിറ്റി ഇതുവരെ പഠിച്ചില്ല, അതുകൊണ്ട് അത് വേണ്ട. അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ഐ ബി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എ ഇൻറ്റു എ സ്ക്വയർ a into minus ib minus I ab. അടുത്ത ib കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും പ്ലസ് I ab. ib into minus ib എന്ത് കിട്ടും? മൈനസ് വരും, ബി സ്ക്വയറും വരും, ഐ സ്ക്വയറും വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യൂലേ? എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി അത് തന്നെ. ഓക്കെ, മൈനസ് ഐ എ ബി പ്ലസ് ഐ എ ബി ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? എ സ്ക്വയർ ഉണ്ട് മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ഉണ്ട്. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -1 ഇടുമ്പോൾ +1 ആവും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്നതിലൂടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് വരും. അടുത്ത സ്റ്റെപ്പ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. a minus ib by a square plus b square. Okay. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ a plus ib ഫോമിലോട്ട് അങ്ങ് എഴുതാം. which is equal to a minus ib നെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്? a square plus b square അല്ലേ? അപ്പൊ മുകളിൽ a minus ib ഉണ്ട്, താഴെ ഒരു a square plus b square ഉണ്ട്. അത് ഓരോ ടേമിനെ നമുക്ക് ഡിവൈഡ് ചെയ്തോ എഴുതാം. a by a square plus b square minus I into b by a square plus b square. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? ഈ തന്നിരിക്കുന്നത് ഇങ്ങനെ മാറ്റി എഴുതി. ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതല്ലേ കിട്ടുന്നത്? രണ്ട് ഡിനോമിനേറ്റർ സെയിം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മുകളിൽ എ മൈനസ് ഐ ബി എന്ന് കിട്ടും. എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, കിട്ടിയല്ലോ? ഇങ്ങനെ കിട്ടിയ റിയൽ പാർട്ട് ഏതാണ്? എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇമാജിനറി പാർട്ടാ മൈനസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതാണ് നമ്മുടെ ടെസ്റ്റിലുണ്ട് ഇൻവേഴ്സിന്റെ കാര്യത്തിൽ. അപ്പൊ ഒന്നിലും ഇങ്ങനെ പഠിച്ചു വെക്കുക. എന്തെന്ന്? എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ z ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഒരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്താണ്? z ഇൻവേഴ്സ് 1 by a plus ib ആണ്. 1 by a plus ib എന്ന് കിട്ടും a by a square plus b square minus I into b by a square plus b square എന്ന് കിട്ടും. ഒന്നുകിൽ ഇത് കാണാതെ ഇങ്ങനെ പഠിച്ചിരിക്കും, ഇങ്ങനെ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ഇങ്ങനെ ചെയ്താൽ മതി. ചെയ്യുന്ന അറിയാലോ എങ്ങനെയാണെന്ന്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ
ചെയ്ത സ്റ്റെപ്പ് എന്താണ്? ഇസഡ് ഇൻവേഴ്സ് കാണാൻ 1/a + ib. അതാണ് ഇസഡ് ഇൻവേഴ്സ്. അത് നമുക്ക് ഈ ഫോമുലോട്ടാക്കാൻ എന്ത് ചെയ്ത് താഴെ a + ib ആയതുകൊണ്ട് a - ib ഉണ്ട്, മുകളിലും താഴെ ഇൻറ്റു. അത് ഇൻറ്റു ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? a/a² + b² - i × b/a² + b². That is a + ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഇൻവേഴ്സ് എന്താണ്? a/a² + b² - i × b/a² + b². അതാണ് ഇത്. 1/a + ib ആണ് ഇൻവേഴ്സ്. അതിന് ഏത് ഫോമിലോട്ട് ആക്കിയപ്പോൾ എങ്ങനെ കിട്ടി? നമ്മളെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ ആക്കിയപ്പോഴാണ് ഇത് കിട്ടിയത്. മനസ്സിലായ പറഞ്ഞത്? നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഉണ്ട്. ഇസഡ് = a + ib ആണ്. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇസഡ് ഇൻവേഴ്സ് = 1/a + ib. a + ib ചെയ്തപ്പോ എന്ത് കിട്ടി? ഇതാണ് ഇൻവേഴ്സ് കിട്ടിയത്. ആ ഇൻവേഴ്സ് 1/a + ib അതിനെ നമ്മള് സാധാ ഫോമിലാക്കണം. ഏത് ഫോമിലാക്കണം? നമ്മുടെ കോംപ്ലക്സ് ഫോമിലാക്കണം. ആക്കിയപ്പോഴാണ് ഇത് കിട്ടിയത്. ഞാൻ 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഒന്നിൽ ഇത് കാണാതെ ഇങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ചെയ്ത് കണ്ടുപിടിച്ചതാണ് എളുപ്പം. ചെയ്തു നോക്കാം കുറച്ച് ക്വസ്റ്റ്യൻ അപ്പൊ കിട്ടും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ 2 പേജിലായിട്ട് ടെസ്റ്റ് കിടപ്പുണ്ട്. എല്ലാം വായിച്ചു നോക്കണം. ടെസ്റ്റിൽ 2 പേജിലായിട്ട് 98ാമത്തെ പേജും 99ാമത്തെ പേജും 98, 99 2 വൃത്തിയായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്താണ് നിങ്ങൾ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം ഓഫ് a + ib. തന്നിരിക്കുന്നതിന് a + ib യുടെ ഫോമിലാക്കണം അല്ലേ? അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ. 1/3 + 2i. 1/3 + 2i. എന്തായാലും i ഉണ്ട്. ഇത് കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിന് ഏത് ഫോമിൽ എഴുതണം? a + ib എന്ന ഫോമിലാക്കണം. 1/3 + 2i. ഇത് മൊത്തത്തിൽ നോക്കിയ a + ib യുടെ ഫോമിലാണോ? അല്ലല്ലോ. 1/3 + 2i ഡിനോമിനേറ്ററിലാണ് 3 + 2i എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്ത് ഏത് ഫോമിലാക്കാം? നമ്മള് സാധാരണ ഫോമിലാക്കാം. ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1/3 + 2i. ഓക്കെ, എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മള് മുകളിലും താഴെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 3 - 2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മുകളിൽ 1 × 3 - 2i 3 - 2i കിട്ടും. താഴെ 3 + 2i × 3 - 2i മൾട്ടിപ്ലൈ ചെയ്താണ് നിങ്ങൾ. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താണ് 3 + 2i × 3 - 2i. a + 2i × 3 - 2i. മൾട്ടിപ്ലൈ ബന്ധിട്ടൂടെ? 3 × 3 9 കിട്ടും. 3 × -2i -6i കിട്ടും. 2i × 3 +6i കിട്ടും. 2i × 2i i × i² -1 ആവും. 2 × 2 4 +4i² -4i² +4 ആവും. i² -1 എന്തൊക്കെയാണ്? താഴെ 10 കിട്ടോ 10 കിട്ടോ?
സോറി 9 പ്ലസ് 4 13 കിട്ടോ? ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ 13 കിട്ടിയ 13 കിട്ടിയ ആർക്കെങ്കിലും? ഡിനോമിനേറ്റർ 13 ഇൻറ്റു ചെയ്തപ്പോൾ ഇൻറ്റു നമ്മൾ പഠിച്ചില്ലേ മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ എന്ത് ചെയ്യും നമ്മള്? ഓരോന്നിന്റെ ഓരോ ടേമും ഉണ്ട്, മറ്റേന്റെ ഓരോ ടേമിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി പഠിച്ചിട്ടില്ലേ? എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി മൾട്ടിപ്ലൈ കുറച്ച് ക്ലാസ്സില് എ കൊണ്ട് സീനെ എ കൊണ്ട് ഡീനെ മൾട്ടിപ്ലൈ ചെയ്യണം, ബി കൊണ്ട് സീനെ ബി കൊണ്ട് ഡീനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതെല്ലാം ആഡ് ചെയ്ത് എഴുതണം. അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ 3 + 2i × 3 - 2i മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 13 കിട്ടിയ. ഓക്കെ, ഇത്ര ഇവിടെ ചെയ്യാം. ഓക്കെ, എന്തായി? നമ്മൾ അടിയിലത്തെ ആയി പോയി. അടിയിൽ ഇപ്പൊ ഇങ്ങനെ കിട്ടി അല്ലേ? നമ്മൾ ഏത് ഫോമിലായി? എ പ്ലസ് ഐ ബി എന്ന ഫോമിലായി. ഇവിടെ റിയൽ പാർട്ട് ഏത്, ഇമാജിൻ പാർട്ട് ഏത്? അതുകൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ 13 കൊണ്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്തിടാം. ഇതിനെ മാറ്റി 3/13 - 2/13i എഴുതിക്കൂടെ? ഇതിനെ മാറ്റി എഴുതിക്കൂടെ? മുകളിൽ രണ്ട് ടേം ഓരോന്നിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെ എഴുതി 3/13 - 13i. ഇത് ചെയ്താൽ മുകളിലത്തെ അത് തന്നെ കിട്ടത്തില്ല, രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം. അപ്പൊ 13 അതുപോലെ എഴുതും, മുകളിൽ 3 2iയുടെ മൈനസ് 3 - 2i. ഇത്രയും ചെയ്താൽ മതി. അപ്പൊ എ പ്ലസ് ഐ ബി എന്ന ഫോമിലായി. ഇതിന്റെ റിയൽ പാർട്ട് പറയട്ടെ. റിയൽ പാർട്ട് 3/13. ഇമാജിനറി പാർട്ട് ഏതാണ്? -2/13 -2/13 3/13 റിയൽ പാർട്ട്, -2/13 ഇമാജിനറി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എഴുതിയത് അടുത്തത് 1/4 - 3. 1/4 - 3. 1/4 - 3. ഇതിനെ എ പ്ലസ് ഐ ബി ഫോമിലാക്കിയാണ്. എ പ്ലസ് ഐ ബി ഫോമില് (1/4 - 3).
1/4 minus 3. First step എന്ത് ചെയ്യും? 1/4 minus 3i into മുകളിലെ കോളം ഏത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 4 plus 3. വെരി ഗുഡ്. 4 plus 3i. 4 plus 3. മുകളിലെ 1 into 4 plus 3i 4 plus 3i തന്നെ കിട്ടും. 4 minus 3i into 4 plus 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്തേട്ടോടെ അതെന്തേട്ടം എപ്പോഴും ഇനി മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ച a+ib into a minus ib into ചെയ്താൽ എപ്പോഴും കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? a² plus b² ആയിരിക്കും കിട്ടുന്നത്. a+ib into a minus ib കിട്ടുന്ന a² plus b² കിട്ടുള്ളൂ. ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 4 minus 3 into 4 plus 3 എന്താ കിട്ടുള്ളൂ? 4² plus 3². 4² 16, 3² 9. 16 9 കൂട്ടിയത് 25. ഇതെങ്ങനെ കിട്ടിയത്? ഇത് തന്നെ കിട്ടിയത് അല്ല 25 കിട്ടിയത് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് ഇൻറ്റു ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കണ്ട. എവിടാ ഇത് തരുമ്പോൾ എന്താണ് 4 minus 3 ഇപ്പൊ a+ib എന്നാണ്. താഴെ a+ib ആണെങ്കിൽ നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? a minus ib ഉണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? a+ib നെ a minus ib കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? a² plus b² ആയിരിക്കും കിട്ടുന്നത്. ഒരു കാര്യം പറയാം, a+ib യുടെ കോൺജുഗേറ്റ് ആണ് a minus ib. a minus ib നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ഓഫ് a+ib. a+ib യുടെ കോൺജുഗേറ്റ് ആണ് a minus ib. തിരിച്ച് a minus ib യുടെ കോൺജുഗേറ്റ് ആണ് a+ib എന്ന് പറയാം. ഓക്കെ. അപ്പൊ എന്തായാലും കിട്ടുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എപ്പോഴും എന്താ ആൻസർ കിട്ടുള്ളൂ? റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആയി കിട്ടുള്ളൂ. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല.
ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അതാണ് ഇത്. ഇതിലൂടെ എഴുതി വെച്ചു. a plus ib into a minus ib equal to a square plus b square. a plus ib into a minus ib equal to the term a square plus b square. a plus ib into a minus ib equal to a square plus b. ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അത് ചുമ്മാ അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നേരത്തെ നമുക്ക് ഇതുപോലെയല്ലേ 13 കിട്ടിയത്? കിട്ടിയല്ലേ? അതായത് 3 plus 2i into 3 minus 2i ആയിരുന്നല്ലേ? 3യുടെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 9 plus 4 13. ഡിനോമിനേറ്റർ 13 അല്ലേ കിട്ടിയത്? അതുപോലെ തന്നെയാണ്. ബാക്കി എഴുതിയിട്ട് മനസ്സിലായി. ഇത് ഈക്വൽ ടു നമ്മൾ a plus ib ഫോമിലാക്കാം. 4/25 plus 3/25i. A plus IB form, right? നമ്മുടെ റിയൽ പാർട്ട് 4/25, ഇമാജിനറി പാർട്ട് 3/25. റിയൽ പാർട്ട് 4/25, ഇമാജിനറി പാർട്ട് 3/25. ഓക്കെ, മനസ്സിലായോടെ? അപ്പൊ കോൺജുഗേറ്റ് നിന്നും പഠിച്ചിട്ടുണ്ട്. കോൺജുഗേറ്റ് a plus ib എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ആണ് a minus ib. തിരിച്ച് a minus ib യുടെ കോൺജുഗേറ്റ് ആണ് a plus ib എന്നും പറയും. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മള് ഡിവിഷൻ ആണ് പഠിച്ചത് അല്ലേ? ഓക്കെ, എങ്കിൽ ഇത് ചെയ്താണ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു. 6 plus 3i divided by 2 minus I. 6 plus 3i divided by 2 minus I. ഡിവിഷൻ തന്നിരിക്കും. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞത് നോക്കിയിരുന്നു. ഒന്നുമില്ല ചെയ്യാൻ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 6 plus 3i into 1/2 minus i എഴുതിക്കൂടെ? എഴുതിക്കൂടെ? നമ്മൾ നേരത്തെ പഠിച്ചുള്ള z1/z2 equal to അതിന് z1 into 1/z2 എന്ന് എഴുതിക്കൂടെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z1 into 1 z1 താഴെ z2 z1/z2 എന്ന് എഴുതും. ഓക്കെ, നമ്മൾ എന്താ എഴുതി? ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് 6 plus 3i into അടിയിലത്തെ 2 minus i എങ്ങനെ എഴുതി? 1/2 minus i എന്ന് എഴുതി. ഇനി ഈ 1/2 minus i നമ്മൾ ഏത് ഫോമിലാക്കിയാൽ മതി? a plus ib ഫോമിലാക്കിയത് നമ്മൾ നേരത്തെ ചെയ്തു പോരാ. ഈ 1/2 minus i ഏത് ഫോമിലാക്കണം? നമ്മൾ ഇപ്പൊ ചെയ്ത 2-3 ക്വസ്റ്റ്യൻ അല്ലേ? a plus ib ഫോമിലാക്കണം. ഇതിനെ മാത്രം. ബാക്കിയൊക്കെ അതുപോലെ കിടക്കട്ടെ. 1/2 minus i ആക്കിയാണ് ആദ്യം ഉള്ളത് 6 plus 3i. ഈ 1/2 minus i അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് 1/2 minus i ഏത് ഫോമിലാക്കും? നമ്മള് a plus ib ഫോമിലാക്കും. 1/2 minus i. ഓക്കെ, അതിന് a plus ib ഫോമിലാക്കാൻ നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യും? 2 plus i ഉണ്ട്. മുകളിൽ എന്താണ് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ?
നമ്മൾ ചെയ്ത കാര്യം മനസ്സിലായ? രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിനോമിനേറ്റർ ഉള്ള കോംപ്ലക്സ് നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്ന ആദ്യം a+ib ഫോർമുല ആക്കുന്ന. 6 + 3i/2 - i എങ്ങനെ എഴുതി? 6 + 3i × 1/2 - i. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഓരോന്നിന്റെ ഓരോന്നുകൊണ്ട് മറ്റേതിന്റെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഏത് ഫോമിൽ കിടക്കണം? 1/2 - i a+ib എന്ന ഫോമിൽ ആയിരിക്കണം. അതുപോലെയാണോ ഉള്ളത്? അല്ല, 1/2 - i എന്ന കിടക്കുന്നു. അപ്പൊ ഇതിനെ മാത്രം മാറ്റി നമ്മൾ നേരത്തെ ചെയ്തത് ഇത് മാത്രമാണ് മാറ്റുന്നത്. അത് മാറ്റിക്കും. ഇത് അതുപോലെ 6 + 3i എഴുതുക. മറ്റെന്ത് കിട്ടൂടെ? മുകളില് 2 + i, താഴെ 2 - i × 2 + i. ഇന്റെയും എന്ത് കിട്ടും? a² + b² അല്ലേ? 2² + 1². എന്ത് വരും? 5 കിട്ടൂല ആൻസർ? 5. ഓക്കെ, നമ്മൾ ആൻസർ ആയല്ലോ. ഇത് ചെയ്യാൻ വല്ല പാടുണ്ടാവും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 + 3i × 2 + 3i, സോറി 2 + i. ഡിനോമിനേറ്റർ 5 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആൻസർ? മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. 6 + 3i × 2 + i. 6 × 2 6 × 2 12 കിട്ടും. 6 × i 6i എന്ന് കിട്ടും. 3i × 2 6i എന്ന് കിട്ടും. 3i × i + 3i² കിട്ടും. 12 എന്നിട്ട് ഇവിടെ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? 12 + 6i + 6i 12i 3i². i² -1 ആണ്. അപ്പൊ -3. ഓക്കെ, ചേട്ടായി പോയി 12 - 3 9 വരും. അപ്പൊ എന്ത് കിട്ടൂടെ? 9 + 12i എന്ന് കിട്ടും. 9 + 12i മൾട്ടിപ്ലൈ by 5. ആൻസർ ആയല്ലോ. 9/5 + 12/5. മനസ്സിലായിട്ട് എഴുതിയത്? വേറെ ഒന്നും ചെയ്തില്ല. ഇതെല്ലാം ഒരുമിച്ച് ചെയ്തേ ഉള്ളു, വേറെ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഇപ്പൊ 1/a+ib എന്ന് കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ അത് നമ്മളെ സാധാ നോർമൽ ഫോമിലാക്കി നമ്മൾ എന്ത് ചെയ്ത് കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ അറിയാം. ഓക്കെ, അത് നമ്മൾ പഠിച്ച്. പിന്നെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മള് ഏത് 5 അല്ല 5 വന്നത് എങ്ങനെയെന്ന് അറിയില്ലേ? 5 ഇവിടെ അല്ലേ 5 വന്നത്? എന്റെ മുകളിൽ ഇത് നോക്ക്. 1/2 - i. അതിന് നമ്മളെ നോർമൽ ഫോമിലാക്കി എന്ത് ചെയ്യും? 2 + i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യൂലേ? അപ്പം മുകളിൽ എന്ത്? 1 × 2 + i 2 + i. താഴെ 2 - i × 2 + i. 2 - i × 2 + i എന്ത് കിട്ടും? 4 2 - i × 2 + i എന്ത് കിട്ടും? ഗുണിച്ചു നോക്കിയാൽ 2 - i × 2 + i 4 - 1 കിട്ടോ? 4 + 1 കിട്ടോ? 4 + -1. 4 + -1. 2 + i × 2 - i ചെയ്തപ്പോൾ ചെയ്ത് നോക്കാം.
അതല്ലേ ഡൗട്ട് ഉള്ളൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നോക്കിയോ. പ്ലസ് ഐ ഇൻറ്റു 2 മൈനസ് ഐ. നമ്മള് സിമ്പിൾ ആയിട്ട് എ പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. അത് പഠിച്ച് അല്ലെ നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കുന്നത്. ഓരോന്ന് ഇൻറ്റു ചെയ്താണ് 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു മൈനസ് ഐ മൈനസ് 2i. അടുത്ത ഐ കൊണ്ട് ഇൻറ്റു ഐ ഇൻറ്റു 2 പ്ലസ് 2i. അടുത്തത് ഐ ഇൻറ്റു ഐ എന്ത് വരും? ഐ സ്ക്വയർ. ഐ സ്ക്വയർ. ഇവിടെ പ്ലസ് ഇവിടെ മൈനസും ആണ്. അപ്പൊ മൈനസ് ഐ സ്ക്വയർ അല്ലേ കിട്ടുന്നത്? ഓക്കെ. മൈനസ് 2i പ്ലസ് 2i ക്യാൻസൽ ആയിപ്പോ. ഓക്കെ, ബാക്കി എന്തുണ്ട്? 4 ഉണ്ട്, മൈനസ് ഉണ്ട്, ഐ സ്ക്വയർ ഉണ്ട്. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? മൈനസ് 1. അപ്പൊ ഐ സ്ക്വയറിന് വരെ മൈനസ് 1 കൊടുത്ത് അപ്പൊ ഈ മൈനസ് മൈനസ് എന്താകും? പ്ലസ് ആവും. 4 പ്ലസ് 1 എത്ര കിട്ടും? 5. മനസ്സിലായ? 5 ആണ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പൊ എളുപ്പത്തിൽ എഴുതുന്നുണ്ട്. പിന്നെ 5 ഇതിന്റെ മാത്രമല്ല, ഇതിന് ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക, ഡിവൈഡ് ബൈ 5. 5ന്റെ അവസാനം നമ്മൾ മാറ്റി എഴുതിയെന്നുള്ളൂ, ഇവിടെ മാറ്റി എഴുതണ്ട. ഇനി മുകളിൽ 6 പ്ലസ് 3യും 2 പ്ലസ് 5 ഇൻറ്റു ചെയ്താൽ മതിയല്ലോ. അത് ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അത് ചെയ്യുമ്പോൾ 9 പ്ലസ് 12y കിട്ടും, ഡിവൈഡ് ബൈ 5. ദാറ്റ് ഈസ് 9 ബൈ 5 പ്ലസ് 12 ബൈ 5y. റിയൽ പാർട്ട് 9 ബൈ 5ഉം ഇമാജിനറി പാർട്ട് 12 ബൈ 5. ഡൗട്ട് ഉണ്ടോ അവിടെ? പെട്ടെന്ന് മനസ്സിലാവുന്നതും ഒന്നുമില്ല. ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നതും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് കൊടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരെ ഉള്ളു കേട്ടോ. എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, എളുപ്പമുള്ളതാണ്. ഇപ്പൊ ഹോംവർക്ക് എന്ത് ഞാൻ തന്നിട്ടുണ്ടല്ലോ. എന്ത് തന്നിട്ടുണ്ടോ ഹോംവർക്ക്? ഹോംവർക്കെല്ലാം തന്നിട്ടുണ്ടോ? ഹോംവർക്ക് എന്തായാലും അടുത്ത ക്ലാസ് ഹോംവർക്ക് തന്നിട്ടുള്ള 98ാമത്തെ പേജിലെയും 99ാമത്തെ പേജിലെയും ഏത് മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളും നോട്ടായിട്ട് എഴുതി ടെസ്റ്റ് ഉള്ളത് അതുപോലെ എഴുതിയെടുക്കണം. വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കി കേട്ടോ. ചെയ്യോ? അവസാനമായപ്പോ 1 2 3 4 പേരായി അല്ലേ? 4 5 പേര്. ബാക്കിയുള്ളവരൊക്കെ പോയാ? ഇനി ഹോംവർക്ക് തരണമെങ്കിൽ ഐയുടെ പവേഴ്സ് പഠിക്കണം. ഐ സ്ക്വയർ നമ്മൾ പഠിച്ച്, ഐ ക്യൂബ്, ഐ റേസ്റ്റ് 4 അതിന്റെ പവേഴ്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് ഇത്രയും മതിയല്ലോ. ഓക്കെ, അപ്പം മടക്കി വെച്ചോ, ലീവ് ചെയ്തു. സാർ വരട്ടെ. ലീവ് വേണ്ട സാർ, എന്തും പറയാൻ വേണ്ടി. റഫി സാറേ പറയട്ടെ. അപ്പൊ ലീവ് ചെയ്തു കേട്ടോ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട്